ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ക്രോഷ്യയുടെ പാറ്റേൺ ആണ്. ഇതിനു മുമ്പ് നമ്മൾ പലവട്ടം ക്രോഷ്യ ഡിസൈൻസ് കണ്ടിട്ടുണ്ട്, പാറ്റേൺസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലവർ എന്നോട് ചോദിച്ചേക്കുന്നത് ഷോളിൽ ക്രോഷ്യ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് കാണിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചേക്കുന്ന എല്ലാ പാറ്റേൺസും ഷോളിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നേരത്തെ ഞാൻ ചെയ്ത ലേസ് പാറ്റേൺ ഒക്കെ ഷോളിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന പാറ്റേൺ ആയാലും അതും ഷോളിൽ ചെയ്താൽ ഭംഗിയാണ്. അതല്ല ഹാൻകർച്ചീഫിലായാലും നല്ലതാണ്. ഒത്തിരി പാടുള്ളൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെയുള്ളതാണ്. നമുക്ക് ഏത് ത്രെഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ക്രോഷ്യയുടെ ത്രെഡ് തന്നെ പല സൈസിലുള്ളത് അവൈലബിൾ ആയിരിക്കും. അതിൽ ഏത് സൈസ് വേണമെങ്കിലും നമ്മുടെ ഇതിന് അനുസരിച്ച്, ഇപ്പോൾ ഷോള് തീരെ തിൻ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഹെവി ത്രെഡ്, കട്ടിയുള്ള ത്രെഡ് വെച്ചിട്ട് ക്രോഷ്യ ചെയ്യാൻ പോകരുത്. തിൻ ത്രെഡ് തന്നെ യൂസ് ചെയ്യുക. അത് ഡിപ്പെൻസ്. ഇപ്പം ടേബിൾ മാറ്റ് ആണെങ്കിൽ അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ കട്ടിക്ക് അനുസരിച്ചുള്ള ക്രോഷ്യ ത്രെഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ക്രോഷ്യ ത്രെഡ് മേടിക്കുമ്പോൾ നീഡിൽ സൈസ് അതിൻ്റെ അത് എഴുതിയിട്ടുണ്ടാവും. ആ നീഡിൽ സൈസ് തന്നെ മേടിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും എന്നോട് ചോദിക്കുന്നത് നീഡിൽ സൈസ് പറയാമോ എന്ന്. അപ്പോൾ നീഡിൽ സൈസ് ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡിന് നീഡിൽ സൈസ് ആയിരിക്കത്തില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ത്രെഡിനെ യൂസ് ചെയ്യേണ്ടത്. ചില നീഡിൽസിനൊന്നും സൈസ് എഴുതിയിട്ടുണ്ടാവത്തില്ല. അതിൻ്റെ അകത്ത് നമ്പർ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നീഡിൽ നമ്പർ ആയിരിക്കും. അപ്പോൾ സൈസ് പറഞ്ഞു തരാൻ പറ്റത്തുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ അകത്ത് സൈസ് അല്ല, നീഡിൽ നമ്പറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരാൻ എനിക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് നോക്കുക, വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ ഇന്ന് ക്രോഷ്യ തയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടവലാണ്, ഹാൻഡ് ടവലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് തയ്ക്കുന്നത്. ഞാനിവിടെ തയ്ക്കുന്നത് വൂളൻ ത്രെഡ്. നോർമലി കടയിൽ നമ്മൾ പിള്ളേരൊക്കെ തയ്ക്കാൻ, സ്കൂളുകളിൽ പിള്ളേർ തയ്ക്കാൻ യൂസ് ചെയ്യുന്ന വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വൂളൻ ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കുമ്പോൾ നമുക്ക് നീഡിലും ബിഗ് സൈസ് തന്നെ വേണം. ഒത്തിരി ബിഗ് അല്ല, എന്നാലും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നീഡിലിൻ്റെ നമ്പർ 13 ആണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് അല്ല, ഇതിൻ്റെ നമ്പറാണ് 13. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ചെയിൻ ഉണ്ടാക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയിൻ ഉണ്ടാക്കി ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇങ്ങനത്തെ നോട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക. എന്നിട്ട് നീഡിൽ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുത്തിയെടുക്കുന്നു. ഇപ്പം ഞാൻ ഓൾറെഡി ഒന്നും കുത്തി, ഇവിടെ ഒരു ഹോളുണ്ട്, അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കയറ്റാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട്. എന്നിട്ട് ത്രെഡ് എടുത്തുകൊണ്ട് ഈ ഹോളിൽ കൂടെ തന്നെ പുറത്തോട്ട് വരിക. ഇപ്പം മേളിലോട്ട് വന്നു. ഇനി നമ്മൾ സിംഗിൾ ചെയിനാണ് ചെയ്യുന്നത്. സിംഗിൾ ചെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്നോടെയും ചുറ്റിയിട്ട് ഡബിൾ ചെയിൻ ചെയ്യുന്ന പോലെ ഒന്ന് ചുറ്റിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് ഒരു പോയിന്റിലെടുക്കുന്നു. ത്രെഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് വരുന്നു. കുറച്ച് ലൂസായിട്ട് വിടുക, ഒത്തിരി ടൈറ്റായിട്ട് ത്രെഡിന് പിടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ ചെയിൻ ചെയ്യുന്നതെങ്കിൽ 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഒരെണ്ണത്തിൻ്റെ മാത്രം ഇടയിൽ കൂടെ എടുക്കുന്നു. ബാക്കി 3 ഉണ്ട്. ഒന്നോടെ ഒന്ന് ചുറ്റിയിട്ട് വീണ്ടും 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. അപ്പോൾ 2 എണ്ണമായി. വീണ്ടും ഒന്നോടെയും ചുറ്റിയിട്ട് വീണ്ടും ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് ഒരെണ്ണമാക്കി മാറ്റി. ഇങ്ങനെ ഇത് ഈ സെയിം ഹോളിൽ കൂടെ തന്നെ നമ്മൾ 4 ടൈംസ്, ഇപ്പോൾ 1 ടൈം ചെയ്തു, ഇനി 4 ടൈംസും കൂടെ ചെയ്യുക. ഇനി 3 ടൈംസ്. മൊത്തത്തിൽ 4 ടൈംസാണ് വേണ്ടത്. ഇനി 3 ടൈംസ് ചെയ്യുക. നമ്മൾ ഒരു വട്ടം ചെയ്തു, ഇനി 3 ടൈംസും കൂടെ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യുന്നവരെ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ ഹോളിൽ കൂടെ പോയി ത്രെഡ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒന്ന് ചുറ്റുന്നു, ഒരെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ മാത്രം പോകുന്നു, പിന്നെ ഒന്ന് ചുറ്റുന്നു, പിന്നെ 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ പോകണം. 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു, പിന്നെ ഒന്നോടെ ഒന്ന് ചുറ്റിയിട്ട്
വീണ്ടും രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുക്കുന്നു. ഇപ്പോൾ 2 വട്ടം നമ്മൾ ചെയ്തു. അതുപോലെ ഇനി 2 വട്ടത്തോടെ ചെയ്യുക. ഈ സെയിം ഹോളിൽ കൂടെ തന്നെ വേണം ചെയ്യാനായിട്ട്. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നു. 1, പിന്നെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ചുറ്റിയിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ. ഇപ്പോൾ 4 വട്ടം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടു. 3 ചെയിൻ ഇട്ടിട്ട് നേരെ ഈ ഹോളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഈ ഹോളിൽ കൂടെ എടുക്കുക. ത്രെഡ് നീഡിൽ പാസ് ചെയ്യുക. അന്നേരം ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്തിട്ട് ഇപ്പോൾ സിംഗിൾ ക്രോഷ്യാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. വീണ്ടും ഇപ്പോൾ 4 വട്ടം എങ്ങനെയാണോ നമ്മൾ തയ്ച്ചത്, വീണ്ടും ഈ സെയിം ഹോളിൽ കൂടെ 4 ടൈംസ് ഒന്നുകൂടെയും തയ്ക്കുക. വീണ്ടും ഒന്ന് ഇത് ചുറ്റിയിട്ട് ഈ സെയിം ഹോളിൽ കൂടെ ഇനിയും 4 ടൈംസ് തയ്ക്കണം. വീണ്ടും ചുറ്റുക. ഇപ്പോൾ 2 വട്ടമായി. ഇപ്പോൾ 4 വട്ടമായി. അപ്പോൾ നമ്മൾ 4 വട്ടം ആദ്യം ചെയ്തു, പിന്നെ 3 ചെയിൻ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ 4 വട്ടം നമ്മൾ തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ തയ്ച്ചേക്കണ എത്ര ദൂരം പോകും എന്നിങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ദൂരം വരെ ഇവിടം വരെ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ താത്തുകയാണ്, ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണ്. അവിടെ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതേ നോക്കിയാൽ നമ്മുടെ ഡിസൈൻ ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ മേളിലൊരു ടിപ്പിൽ ഒരു നോട്ടായിട്ട് ഇങ്ങനെ ഒരു കെട്ടായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് ടിപ്പിലൊരു ഇതായിട്ട് അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഫുൾ ബോർഡറും ഇതുവരെ തയ്ക്കാം. അപ്പോൾ ഇനി തയ്ക്കാൻ നേരത്തെ ഇപ്പോൾ ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് നേരത്തെ ആദ്യം ചെയ്ത പോലെ ഡബിൾ ക്രോഷ്യ പോലെ ചെയ്യുന്ന പോലെ ഒന്ന് ചുറ്റിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഗ്യാപ്പ് ഇവിടെ നമ്മൾ എടുക്കുകയാണ്. ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. ഇനി ഒന്ന് ചുറ്റിയിട്ട് ഇതിൻ്റെ മാത്രം ഇടയിൽ കൂടെ നമ്മൾ ത്രെഡ് എടുക്കുന്നു. പിന്നെ വീണ്ടും ഒന്ന് ചുറ്റിയിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ ത്രെഡ് പാസ് ചെയ്യുന്നു. വീണ്ടും ഒന്ന് ചുറ്റിയിട്ട് വീണ്ടും രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇത് ഈ സെയിം ഹോളിൽ ആദ്യം 4 ടൈംസ് ചെയ്യുക, പിന്നെ 3 ചെയിൻ ഇടുക, പിന്നെയും 4 വട്ടം ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. ഇതിപ്പോൾ 1 ആയുള്ളൂ. ഇത് 2 നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നല്ലോണം സൂം ചെയ്ത് കാണിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവും നല്ലോണം. ഇതിപ്പോൾ 2 ആയി.
ഇപ്പം നമ്മൾ 4 വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ കയറ്റുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുന്നു. ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനിയും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ സെയിം ഹോളിൽ കൂടെ തന്നെ വീണ്ടും നമ്മൾ 4 വട്ടം ചെയ്യുന്നു. പിന്നെ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ ഈ സെയിം പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പം നമുക്കിങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഒരു ഗോപുരം പോലെയുള്ള ഇത് ഒരു പാറ്റേൺ ആണ് തയ്ച്ച് കഴിയുമ്പോൾ കാണാനുള്ളത്. നമ്മൾ 4 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടം വരെ പോകുമെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഓരോ ഇതിൻ്റെ മേളിൽ ടിപ്പിൽ ഒരു നോട്ടായിട്ട് ഇതുപോലെയായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ച ഒരു കർച്ചീഫ് കാണും. ഇപ്പോൾ നമ്മൾ കണ്ടത് വൂളൻ ത്രെഡ് വെച്ച് തയ്ച്ചതാണ്. ഇതിപ്പോൾ ഞാൻ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് വെച്ച് ഒരു കർച്ചീഫിൻ്റെ സൈഡിൽ ഇങ്ങനെ തയ്ച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡബിൾ ഷെയ്ഡ് ആങ്കർ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഇങ്ങനെ ഹാഫ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഹാഫ് റെഡ്, ഡാർക്ക് പിങ്ക്, പിന്നെ ലൈറ്റ് പിങ്ക് അങ്ങനെ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ടവലിൻ്റെയൊക്കെ സൈഡിൽ ഇതിപ്പോൾ ഹാങ്കർ ചീഫാണ്. അതിൻ്റെ സൈഡിൽ മുഴുവൻ ഇങ്ങനെ തയ്ച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പം നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചെയ്യാം. ഇത് ദുപ്പട്ടയിലാണെങ്കിലും ചെയ്താൽ നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.